ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗ് ബോയിലറിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. ഈ ഒരു PG ഉണ്ട്, ഈ ഒരു ഐറ്റം അറിയാത്ത വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനപ്രദമായ ഈ എഗ്ഗ് ബോയിലിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ സുഹൃത്തുക്കളെ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബോഡിയും അകത്ത് ഒരു എഗ്ഗിൻ്റെ ട്രായും മുകളിലൊരു ഈ ഒരു അടപ്പാണ് വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മുകളിലത്തെ ആ അടപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം പിന്നെ ഈ ഒരു ട്രായും നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നടുക്ക് കാണാം ഒരു ഹോള് പോലെ. ആ ഒരു ഹോളിലാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിക്കേണ്ട ആ ഒരു വാട്ടർ ലെവൽ പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിലുണ്ട്. അതായത് സോഫ്റ്റിന് വേണ്ടി നമുക്ക് താഴെ മുട്ട വളരെ സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് താഴത്തെ ഈ ഒരു ലെവലിലാണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത്. അതല്ല മുട്ട വളരെ നമ്മൾ സാധാരണ നിലയിൽ ഹാർഡായിട്ടുള്ള മുട്ടയാണ് കിട്ടേണ്ടത്, മുകളിലത്തെ ഈ ലെവലിലുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെള്ളം നിറയ്ക്കേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഒഴിക്കാം. ആ കറക്റ്റ് ആ നടുക്ക് ആ സെൻറ്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഹാഫ് ലെവലിലാണെങ്കിൽ ഇത്രയും വെള്ളം ഈ ഒരു ബ്ലാക്ക് പോയിന്റിലേക്ക് എത്തത്തില്ല. ഇത് നമ്മൾ ഫുള്ള് എഗ്ഗ് നല്ല ഹാർഡ് ലെവലായതിൻ്റെ പേരിലാണ് ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആ എഗ്ഗിൻ്റെ ട്രാ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ 2 മുട്ട, ഞാനിപ്പോൾ തൽക്കാലം 2 മുട്ട വെക്കുന്നുള്ളൂ, 6 മുട്ട വെക്കേണ്ട കൂടെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഈ 2 മുട്ട നമുക്ക് എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കാമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു അടപ്പ് കൊണ്ട് നമുക്കതിനെ മൂടി വയ്ക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അതിൻ്റെ പവർ കൊടുത്തിരിക്കുകയാണ് ഒരു ബ്ലൂ ലൈറ്റ്. അതായത് ഞാൻ ഓൾറെഡി ഇത് ഓണായിരുന്നു, അപ്പോഴാണ് ഈ ബ്ലൂ ലൈറ്റ് കത്തിയത്. അതിനുശേഷം നമുക്ക് ഈ ഒരു സെൻട്രൽ പോയിന്റിൽ സ്വിച്ച് ഉണ്ട്, അത് പതുക്കെ ഞെക്കി കൊടുത്താൽ ബ്ലൂ ലൈറ്റ് കത്തിയാൽ ഇത് ഓൺ ആയെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ ഈ ഓട്ടോമാറ്റിക് ഓഫ് ആകുമ്പോൾ ഈ ബ്ലൂ ലൈറ്റ് ഓഫ് ആവും. അതുപോലെ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഒരു മുട്ട എത്ര സമയം എടുക്കും, ഈ ഹാർഡ് ലെവലിലുള്ള മുട്ട എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ടൈം നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, 3:10 ഇതിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാർഡ് ലെവലിൽ നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നല്ല ആവി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, 3:19 ആയപ്പോഴേക്കും നമ്മുടെ ഈ പവർ സ്വിച്ച് അങ്ങ് ഓട്ടോമാറ്റിക് ഓഫായിരിക്കുകയാണ്. നമ്മൾ നിലവിലെ മുട്ടയുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മുട്ടയുടെ അവസ്ഥ എന്താണ്, നമ്മളിതാ തുറന്ന് നോക്കുകയാണ്. മുട്ട നല്ലതുപോലെ പുഴുങ്ങി കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. അതുപോലെ മുട്ട നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ ഒരു അവസ്ഥയാണുള്ളത്. ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ടൈലിലിട്ട് 2 അടി അടിച്ച് നോക്കി. മുട്ട നമ്മൾ സാധാരണ പുഴുങ്ങുന്നതിന് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ മുട്ട നമ്മളുടെ കൈകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെ കണ്ടാലും തീർച്ചയായിട്ടും വാങ്ങേണ്ടതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നത് വരേക്കും മഅസ്സലാം.